ന്യൂസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഇഞ്ചിക്കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ തന്നെ പുളി ഇഞ്ചി എന്നും പറയാറുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ശർക്കര ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഇഞ്ചി ഞാനിവിടെ ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, കാരണം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3-4-5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. ഞാനിപ്പം ഒരു വലിയ സൈസ് വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുളിവെള്ളത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമേ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഇഞ്ചി ഒന്ന് മൂത്ത് വരത്തില്ല. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചി മൂത്തതിൻ്റെ ആയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴാണ് ഇത് എണ്ണയിൽ നമുക്ക് കോരി മാറ്റേണ്ടത്. അപ്പം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ആറി കഴിയുമ്പോൾ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയില്ല, അപ്പോൾ അതിനകത്ത് അധികം വന്ന എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കാശ്മീർ ചില്ലി പൗഡർ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് പുളിവെള്ളം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട്, മധുരം എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കും. ഒരുപാട് ഓവറായി പോവലും മധുരം, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോൾ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കണ്ടോ, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഫൈനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടുത്തത് നമുക്ക് കടുക് താളിക്കണം. അതിനായിട്ട് നമുക്കിനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക്, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.